ഇന്ത്യ ഇന്ന് വെളുപ്പിന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ നമ്മുടെ മനസ്സിൽ വരേണ്ട 3 വാക്കുകൾ, അഭിമാനകരമായി ഓർമ്മിച്ചിരിക്കേണ്ട 3 കാര്യങ്ങൾ: സൂക്ഷ്മത, ധീരത, മാന്യത. സൂക്ഷ്മത എന്ന് വെച്ചാൽ എവിടെയാണോ ഭീകര കേന്ദ്രങ്ങൾ അവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ലഷ്കറിൻ്റെയൊക്കെ നേതാവ് മക്സൂദ് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അതുപോലെ മറ്റൊരു നേതാവുണ്ട് അസർ, അതിൻ്റെ കുടുംബാംഗങ്ങൾ സഹോദരിയൊക്കെ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതാണ് ഭീകര കേന്ദ്രങ്ങളിൽ ഇത്രയും സൂക്ഷ്മമായിട്ട് നമ്മുടെ ബോംബുകളും ബോംബറുകളും മിസൈലുകളും പായിക്കാനുള്ള ശേഷി നമ്മുടെ സൈന്യത്തിനുണ്ട് എന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുന്നു. മറ്റു പല യുദ്ധങ്ങളിലും ഇങ്ങനെയല്ല സംഭവിക്കുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് എടുത്തു പറയുന്നത്. പിന്നൊന്ന് ധീരത. 26 പേരെ കൊലപ്പെടുത്തിയതിന് തിരിച്ചടി നൽകിയില്ലെങ്കിൽ അത് ലോകം നോക്കി നിൽക്കുകയാണ്. ധീരമായ മറുപടി തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ഭീകര ഭരണകൂടങ്ങൾക്കാണെങ്കിലും ഭീകരവാദികൾക്കാണെങ്കിലും നൽകിയിരിക്കുകയാണ്. പിന്നെ മാന്യത. മാന്യത എന്ന് പറയുന്നത് സാധാരണ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് നേർക്ക് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ആക്രമണം നടത്താറുണ്ട്. അതല്ല ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് നൽകേണ്ട ഒരു കാര്യമാണ് ആ മാന്യത പുലർത്തുക എന്നുള്ളത്. പാകിസ്ഥാൻ പറയുന്നുണ്ട് 26 സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നൊക്കെ. അത് കണക്കൊപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് ലോകത്തിനറിയാം. പഹൽഗാമിൽ സാധാരണക്കാരായ നിരപരാധികളായ 26 പേരെ കൊലപ്പെടുത്തിയതിന് അതിൻ്റെ ബദലായിട്ട് 26 പേർ ഇവിടെയും കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആ സമവാക്യം വിലപ്പോവില്ല എന്ന് ലോകം തിരിച്ചറിയുന്നു. ഏതായാലും തൽക്കാലം പ്രവാസികളായ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന വിഷയം കൂടി സൂചിപ്പിക്കാം. വിമാനയാത്രയുമായി ബന്ധപ്പെടുത്തി ഈ റീജിയണിലേക്ക്, ഇന്ത്യ എന്നല്ല പാകിസ്ഥാൻ എന്നല്ല, മൊത്തം സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗത്തേക്കൊക്കെ വിമാന സർവീസുകളിൽ ചില കാലതാമസങ്ങൾ നേരിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മറിച്ച് ലോകം മുഴുവനും ഇന്ത്യയുടെ ആ ഒരു സൂക്ഷ്മതയെ, ധീരതയെ, മാന്യതയെ വാഴ്ത്തുക തന്നെയാണ്.